നാരങ്ങായും ചമ്മന്തി എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേന് വേറൊരു ടേസ്റ്റാ, വേറൊരു ലെവലാണ്. ഹായ്, എല്ലാവർക്കും എൻ്റെ ലൈഫ് വിത്ത് എ സ്മൈൽ ബൈ പുഷ്പ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് പൊതിച്ചോറുണ്ടാം ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഇല തപ്പി 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 നടന്ന് ഞങ്ങൾക്ക് ഇല കിട്ടി. ഞാൻ ഇല കാണിക്കാവേ, അത് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ കാണിക്കാം. ഞങ്ങൾ ഇല മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്ക് വാഴയില. നമ്മളാണെങ്കിൽ നാട്ടിലാണെങ്കിൽ വാഴയിലക്ക് ഒരു വിലയില്ലല്ലേ. ഇവിടെ പൊന്നു പോലെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വാഴയില പൊട്ടാതെ. വാഴയില നല്ല വാഴയില കേട്ടോ, നല്ല കിളുന്ന വാഴയില കണ്ടോ. ഞങ്ങളാകെ 4 ഇലയെ മേടിച്ചുള്ളൂ കേട്ടോ. നല്ല വിലയായിരുന്നു, അതുകൊണ്ട് 4 ഇലയെ ഞങ്ങൾ വാങ്ങിച്ചോളൂ കണ്ടോ. ഇനി ഞങ്ങൾ പൊതിച്ചോറിൻ്റെ അകത്ത് എന്തൊക്കെ വിഭവങ്ങളാണ് വെക്കാൻ പോകുന്നത് കാണിക്കാം. കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഇന്നുണ്ടാക്കി, കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് ഇന്നലത്തെ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പൊതിച്ചോറിനാണെന്ന് ഭയങ്കര ആഗ്രഹം. മോക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറ്. നാട്ടിലാണെങ്കിൽ ഞാൻ വേഗം ഓടിപ്പോയി വാഴയില വെട്ടും, ചോറും ചമ്മന്തിയും തോരനും ഉള്ള കറിയൊക്കെ, പിന്നെ മീൻ വറുത്തതൊക്കെ കാണും, ഉണക്കമീനൊക്കെ കാണും. പക്ഷേ ഇവിടെ അതില്ല. നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിൻ്റെ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, കാണിക്കാം. ഫസ്റ്റ് നമ്മുടെ ചോറ് നല്ല കുത്തിരിച്ചോറ് കേട്ടോ, നല്ല അരിയായിരുന്നു, നല്ല വെന്ത കുത്തിരിച്ചോറ്. പിന്നെ ഞങ്ങൾ ചിക്കൻ ഉണ്ടല്ലോ, കോസ്കോയിൽ നിന്ന് ഒരു ഫുൾ ചിക്കൻ മേടിച്ചു. ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ച് നോക്കുക കേട്ടോ. അപ്പം മോള് പറഞ്ഞു നമുക്കതിനെ തോരൻ വയ്ക്കാമെന്ന്. അപ്പം ഞങ്ങളതിന് തേങ്ങാക്കൊത്തും തേങ്ങാപ്പീരയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് ചിക്കി 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 ഞങ്ങൾ നല്ല അടിപൊളി ചിക്കൻ തോരൻ ഉണ്ടാക്കി. നല്ല ടേസ്റ്റാട്ടോ, നല്ല സൂപ്പറാണ്. നിങ്ങൾ ചിക്കൻ തോരൻ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് മേടിക്കുന്ന കോസ്കോയിൽ നിന്ന് ഫുൾ ചിക്കൻ, പക്ഷേ സൂപ്പറായിരുന്നു. ഫുൾ വേവിച്ച ചിക്കനായിരുന്നു കേട്ടോ. നമുക്ക് അതുകൊണ്ട് വന്നിട്ട് വേവിക്കേണ്ടതായിട്ട് വന്നില്ല. നമുക്ക് ചിക്കി 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 എടുത്തത് ഇങ്ങോട്ട് തോർത്തി എടുത്താൽ മതിയായിരുന്നു. എന്നിട്ട് മസാലയൊക്കെ പിടിക്കാനായിട്ട് ഇച്ചിരി താമസം വന്നു. എന്നാലും എല്ലാം കൂടി ഇളക്കി 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 കുരുമുളക് പൊടി തേങ്ങാക്കൊത്തും കറിവേപ്പിലയും പിന്നെ തേങ്ങയുടെ ചിരണ്ടി തേങ്ങയും ഞങ്ങൾ ഇച്ചിരി ഇട്ടു കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് ചിക്കി ചിക്കി എടുത്ത് നല്ല വെളിച്ചെണ്ണയ്ക്കകത്തുണ്ടാക്കി സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല അടിപൊളി സാധനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീൻസ് മെഴുക്കുവരട്ടി വെച്ചു. തേങ്ങ, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, ഉള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ബീൻസ് മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ അടുത്തത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ഞങ്ങളെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി സിമ്പിളായിട്ട് ഉണ്ടാക്കി കേട്ടോ, തേങ്ങയും എല്ലാം കൂടി ഇട്ട്. കാരണം എന്താ വെച്ചാൽ ബീൻസിൻ്റെ അകത്തും ചിക്കൻ്റെ അകത്തൊക്കെ ഒരുപാട് തേങ്ങകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ നൊസ്റ്റാൾജിയാണ് തേങ്ങ ചുട്ടരച്ച ചമ്മന്തി. അത് നമ്മുടെ നാട്ടിലെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഫുൾ തേങ്ങ മേടിച്ചു, അത് ഞങ്ങൾ കൊത്തിയെടുത്ത് ഗ്യാസേ വെച്ച് ചുട്ട് അരച്ച് പുളിയും ഇഞ്ചി കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ചേർത്ത് ചുട്ടരച്ച നല്ല അടിപൊളി തേങ്ങ ചമ്മന്തി. കേരള സ്റ്റൈലാണ്, നമ്മുടെ നൊസ്റ്റാൾജിയാണ്. നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഏത് നാട്ടിൽ ചെന്നാലും നമുക്ക് മറക്കാൻ പറ്റില്ല നമ്മുടെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി. ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ട് അരച്ചത്, പുളി ഇതെല്ലാം കൂടി ഇട്ട് അരച്ചപ്പോഴത്തേനുണ്ടല്ലോ അത് വേറെ ലെവൽ തന്നെയാണ്. സോ നല്ലൊരു ചമ്മന്തിയാണത്. ഇനി അടുത്തത് കിഴങ്ങ് പൊട്ടറ്റോ ഫ്രൈ ആണ്. ഇത് കുറച്ചേ ഉള്ളൂ, ഇന്നലെ വെച്ചതിൻ്റെ ബാലൻസ് ആണ്. അത് ചോറിൻ്റെ അകത്ത് കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് അത് ഞങ്ങൾ അതിൻ്റെ അകത്തൊരു വിഭവമാക്കാനായിട്ട് ഞങ്ങളത് മാറ്റി വെച്ചതാണ്. അത് എയർ ഫ്രയറിൽ എല്ലാവർക്കും വെക്കാൻ അറിയാമല്ലോ അല്ലേ. അത് നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. ഒരു 20 മിനിറ്റ് മതി. നല്ല സൂപ്പറായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി എണ്ണയും വെളിച്ചെണ്ണയും എല്ലാം കൂടെ അങ്ങോട്ട് തിരുമി ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ എയർ ഫ്രയറിൻ്റെ അകത്ത് വെച്ച് ഒരു 20 മിനിറ്റ്. ഇത് ഒരു 300, ഞാൻ വെച്ചത് 370 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചത്. ഒരു 20 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, അതിൻ്റെ കരിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട്. കിടുവാണ്. ചൂടോടെ വെറുതെ പറക്കി കഴിക്കാൻ നല്ല കേട്ടോ പൊട്ടറ്റോ. പിന്നെ അടുത്ത വിഭവം എന്നാന്ന് വെച്ചാൽ അതും ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്, കൊഞ്ച് ഫ്രൈ. ഉണക്കമീൻ മേടിക്കണമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്, അല്ലെ പച്ചമീനാണെങ്കിലും മേടിക്കണം. പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, ഇവിടെ മഞ്ഞ് വീണ് ഫുൾ. ഇന്നലെ -18 ആയിരുന്നു. പക്ഷേ ഫീൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയാൽ അത് 24 ആയിരുന്നു. തണുത്ത് വിറയ്ക്കുമായിരുന്നു. അതിൻ്റെ കൂടെ മഞ്ഞ് ചെറുതായിട്ട് വീഴുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഉണക്കമീനൊന്നും മേടിക്കാൻ പോയില്ല, ഉള്ള മീൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അതാണ് കൊഞ്ച് ഫ്രൈ.
നമ്മുടെ കൊഞ്ച് ഫ്രൈ ഇരിപ്പുണ്ട്. പിന്നെ അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് നമ്മുടെ ചക്കപ്പുഴുക്ക്. അത് ലാസ്റ്റ് പറയാമെന്ന് വെച്ചു. ചക്കപ്പുഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, പാലക്കാരുടെ ഒരു വികാരമാണ് ചക്കപ്പുഴുക്ക്. മാങ്ങാച്ചമ്മന്തി ഉണ്ടായിരുന്നു, അത് തീർന്നുപോയി. ഇന്നലെ വെച്ച ചക്കയാണ് കേട്ടോ ചക്കപ്പുഴുക്ക്, നല്ല സൂപ്പർ ചക്കപ്പുഴുക്ക്. പിന്നെ അടുത്തത് നമ്മുടെ മോരുകൂട്ടാൻ. കണ്ടോ മോരുകൂട്ടാൻ, മിക്ക കറിവേപ്പിലയൊക്കെ ഇങ്ങനെ പൊങ്ങി 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 കിടക്കുന്നത്. നല്ല കറിവേപ്പിലയും ഉലുവായും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കടുക് വറുത്ത നല്ല കറിവേപ്പില, അല്ല നല്ലൊരു മോരുകൂട്ടാനാണേ. നല്ല മോരുകൂട്ടാൻ. അടുത്തത് വേറൊരു കാര്യം ഞാൻ കാണിച്ചില്ലായിരുന്നു, കുറച്ച് ക്യാരറ്റ് മെഴുകുവരട്ടി മിച്ചം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാമെന്ന് വെച്ചു. അതാരെയും കാണിച്ചില്ലായിരുന്നു. ക്യാരറ്റ് മെഴുകുവരട്ടി അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ അച്ചാർ പല സൈസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നാരങ്ങ അച്ചാർ കണ്ടോ, ഇത് മാങ്ങ അച്ചാർ, മാങ്ങയാണ് നെല്ലിക്കയാണിത്, മാങ്ങ അച്ചാർ കണ്ടോ. ഇനി ഇരിപ്പുണ്ട് കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. അതൊന്നും എടുക്കുന്നില്ലെന്ന് വെച്ചു. ഞങ്ങൾ ഈ അച്ചാർ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വെക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങളൊരു വിഭവ സമൃദ്ധമായ പൊതിച്ചോറ് കെട്ടാമെന്ന് വിചാരിച്ചു. നിങ്ങളെ പൊതിച്ചോറൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. കെട്ടിക്കഴിഞ്ഞ് തുറക്കുന്നതും കാണിക്കാം, കെട്ടുന്നതും കാണിക്കാം കേട്ടോ. എല്ലാരും വാങ്ങോ, എല്ലാരും വാങ്ങോ. പൊതിച്ചോറ് കേട്ടോ. ആദ്യം വാഴയില തുടച്ച് വൃത്തിയാക്കാം കേട്ടോ. ഇത് അമക്കി തൂത്താ അപ്പ പൊട്ടിപ്പോവും. അതുപോലത്തെ വാഴയില കണ്ടോ, എന്തൊരു കിളുന്ന വാഴയിലയാന്ന് നോക്കിയേ കണ്ടോ. പതുക്കെ തലോട് ഞാനിത് മുറുക്കി തൊട്ട് കഴിഞ്ഞാൽ അത് പോയാലോ. തലോടിയാണ് തുടയ്ക്കുന്നത്. അങ്ങനെ നാല് വാഴയില കേട്ടോ, 4 എണ്ണേ ഉള്ളൂ. ഞങ്ങൾ 4 പേര് 4 വാഴയില, ഒരേലയെ പൊതി കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. ഇതാ നമ്മളൊരു പേപ്പർ വെച്ച് കേട്ടോ. ആദ്യം നമുക്ക് ചോറിടാം. എന്തോരം ചോറ്, നമുക്ക് ചക്കപ്പുഴുക്ക് വെക്കാം. ചക്കപ്പുഴുക്ക്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, വെച്ചു. ബീൻസ് വെക്കണേ. ഫ്രൈ, കുറച്ച് ഫ്രൈ. അതിച്ചിരി ഇങ്ങോട്ട് വെക്കാം, കാരണം കുറേ കറികളില്ലേ, അതുകൊണ്ട് ക്യാരറ്റ് മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സംഭവമാണ്, നമ്മളൊക്കെ ചമ്മന്തി ഇങ്ങനെ ഉരുട്ടിയല്ലേ വെക്കുന്നത് ചമ്മന്തി. നമുക്ക് ഈ ചമ്മന്തി എടുക്ക് നടുക്കോട്ട് അങ്ങോട്ട് വെക്കാം. വാവ്, അടിപൊളി. ചമ്മന്തി നടുക്ക് വെച്ചു. ഇനി നമുക്ക് എൻ്റെ കൈ എടുക്കട്ടെ. മാങ്ങ അല്ലേ, ഇച്ചിരി മതിയേ. മാങ്ങാച്ചാർ എവിടെ വെക്കണം? ഇവിടെ വയ്ക്കാം അല്ലേ. മാങ്ങ അച്ചാർ നമുക്ക് ഇനിയും കറികൾ വെക്കാനുണ്ടേ, അതുകൊണ്ട് നാരങ്ങാച്ചാറിനെ നമുക്ക് ഇവിടെ വയ്ക്കാം. ഈ ചോറ് മോന് വേണ്ടി എടുത്താൽ കേട്ടോ. മോൻ അധികം ചോറ് വേണ്ട, കറികളാണ് കൂടുതലും കഴിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ചോറെടുത്തത്. അപ്പോൾ ആ കുറച്ച് ചോറിൻ്റെ അകത്ത് ഈ കറികളെല്ലാം കൂടെ കൊള്ളണ്ടേ, അതുകൊണ്ടാണ് കുറച്ച് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ തോരൻ വെക്കാം. ഇതിൻ്റെ അകത്ത് ചിക്കൻ തോരനുണ്ട്, ഇനി പ്രോൺസ് ഫ്രൈയും കൂടെ ഉണ്ട്. ഈ 2 സാധനം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കണം. ഞാൻ ചിക്കൻ തോരൻ എടുത്തുകൊണ്ട് വരാവേ. ചിക്കൻ തോരൻ, നല്ല ചൂട് ചിക്കൻ തോരൻ. അതിനെ നമുക്ക് ഈ സൈഡിലേക്ക് നമുക്ക് വെക്കാം കേട്ടോ. ഈ സൈഡിലേക്ക് വെക്കാം, ഇത്തിരി കൂടെ വെക്കാം. ചക്ക കൂട്ടി വെച്ചോ. അതെ, ചിക്കൻ തോരൻ ചക്കയുടെ ഇലക്കിലാവുമ്പോൾ കുഴപ്പമില്ലല്ലോ. ചക്കയും ചിക്കത്തോരനും എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. കണ്ടോ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോൺസും കൂടെ, ഒരു സാധനം കൂടെ വെക്കാനുണ്ട്. പ്രോൺസ് ഉണ്ട്, പിന്നെ മോര് കൂട്ടാനുണ്ട്. അത് ഒഴിക്കുന്നില്ല, അത് ആവശ്യത്തിന് ഒഴിച്ചെടുത്തോളൂ. നമ്മുടെ
പ്രോൺസ് മെഴുക്കുരട്ടി. മീൻ, ഉണക്കമീന് പകരം പ്രോൺസ് വറുത്തത്. പ്രോൺസ് വറുത്തത് വെച്ച് ഞങ്ങൾ അതങ്ങോട്ട് മറിഞ്ഞു പോയി കേട്ടോ. ഞങ്ങൾ ഇതണ്ട ഇടയില്ല, ചോറ് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ചോറ് കാണാനുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ചോറ് കാണാനേ ഇല്ലല്ലേ. ഫുൾ കറി കൊണ്ട് ഞങ്ങളങ്ങോട്ട് മൂടി കണ്ടോ. നമുക്ക് അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് കെട്ടി വെക്കാം. പൊതിച്ചോറ് കെട്ടി കുറേ നേരം ഇരുന്നാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വരുമല്ലോ കേട്ടോ. ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 11:30 ആയി കേട്ടോ. നമുക്ക് ഇപ്പം കെട്ടി വെച്ചാലേ ഞങ്ങൾക്കൊരു 2 മണിയാകുമ്പോഴത്തേനും ആ ഇലയുടെ മണവും രുചി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ചമ്മന്തി, ചുട്ട ചമ്മന്തിയുടെ ടേസ്റ്റ്. അപ്പം നമുക്ക് പൊതിച്ചോറ് കെട്ടാം. ഇവനെ ഇങ്ങനെ ആദ്യം കെട്ടി ഇങ്ങനെ വെച്ച് ഇവനെ ഇങ്ങനെ ഇല കൊണ്ട് തന്നെ നമുക്ക് പേപ്പറെ തൊടണ്ട. നമുക്ക് നല്ല കേട്ടോ. പത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ പേപ്പർ നല്ല സ്ട്രോങ് ആട്ടോ. ഈ പേപ്പർ തീർത്തേ ഇല്ല. ഈ പേപ്പർ കണ്ടോ ഇങ്ങനെ മടക്കി നമുക്ക് കണ്ടോ പൊതിച്ചോറ്. ഞങ്ങളുടെ പൊതിച്ചോറ് റെഡി. ഇനി 3 പൊതിച്ചോറ് കൂടെ പൊതിയാനുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് പൊതിച്ചോറാണ് നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നത്. 3 കൂടെ പൊതിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത പൊതിച്ചോറ് കേട്ടോ. ഓക്കെ, ഇതാണ് ഞങ്ങൾ ഓരോരുത്തരുടെ പേര് എഴുതി വെക്കും, അല്ലെ മാറിപ്പോകും കേട്ടോ. മോള് വെജാണ്, ഞങ്ങൾ നോൺ വെജ്. അപ്പോൾ മോടെ മാറിപ്പോയെങ്കിൽ അവിടെ ഊണ് പോകും. അതുകൊണ്ട് ഞങ്ങൾ ഇത് അജിയാണ്, അജിക്ക് മോൻ്റെ ചോറാണ്, അജി എന്ന് എഴുതി വെക്കണം. അങ്ങനെ ഓരോരുത്തരുടെ ചോറിലും അവനവൻ്റെ കയ്യൊപ്പുകൾ പതിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത ചോറ് പൊതി കെട്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാം കൂടെ കെട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണിക്കാം. ആദ്യം എത്തുന്ന പേന തെളിയില്ലായിരുന്നു കേട്ടോ. ഈ പേപ്പറല്ല, ഈ പേപ്പർ ഇതായതുകൊണ്ട് കേട്ടോ പേന തെളിയുന്നതാണ്. അപ്പം നമുക്കിതിൽ അജി അജി എന്ന് എഴുതിയാൽ മതി. അജിയുടെ ചോറാണിത് കണ്ടോ. അപ്പം നമ്മുടെ ചോറ് പൊതി എല്ലാം കെട്ടി നോക്കി എല്ലാവരുടെയും പേരും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ പേര് കണ്ടോ. ഇതാണ് അച്ഛൻ, അമ്മ, അജി, ചാന്ദിനി. ഞങ്ങൾ 4 പേരുടെയും ചോറും പൊതി കെട്ടി. ഇനി ആ ചോറ് ഉണ്ണാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുക കേട്ടോ. ചോറ് പൊതി കെട്ടി ഉടനെ കഴിച്ചാൽ അതിനൊരു രസമില്ലല്ലോ. ആ ഇലയുടെ ടേസ്റ്റും ആ മണവും ഒക്കെ വരണം, ആ ചമ്മന്തിയുടെ മണവും ഒക്കെ കൂടെ വരണേ കുറേ നേരം പിടിക്കും. അതുകൊണ്ട് ഇപ്പോൾ സമയം 11:45. ഞങ്ങളൊരു 1:30-2 മണിയാകുമ്പോൾ ഞങ്ങൾ ഈ ഇല പൊതി അഴിക്കുകയുള്ളൂ. അതിനു മുമ്പ് ഞങ്ങൾ എന്നത്തിലൊക്കെ ഇവിടെ തണുപ്പാണ്. തണുപ്പ് കാരണം ചൂട് ചോറാണ്, പക്ഷേ ഞങ്ങൾ കഴിക്കാൻ വരുമ്പോഴത്തേക്ക് തണുപ്പ് പോകും. അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് വെക്കാൻ പോവാം. ചെറിയോ ഇതിൻ്റെ അകത്തെടുത്ത് വെച്ച് ചൂട് പോകാതിരിക്കാനായിട്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വയ്ക്കും. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് സദ്യയാണ്. അപ്പോൾ ചോറെടുത്തേ. ആഹാ കണ്ടോ, എല്ലാ കൂട്ടം ഉണ്ടോ. ചമ്മന്തി എടുത്ത് തുടങ്ങാം ആദ്യം. ചമ്മന്തി എൻ്റെ വീക്കൻസാണ്. ചമ്മന്തി ഇച്ചിരി അച്ചാറും ഇച്ചിരി ചക്കപ്പുഴുക്കും കൂടെ കൂട്ടി ആദ്യം ഒന്ന് കഴിച്ചു. ഒരുട്ട വേണ്ട മകെ? വേണ്ട, ഒരു കൂട്ടം വേണ്ട. ഒരു കൂട്ടം വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ്. ചമ്മന്തിയുടെ ഒരു രക്ഷയില്ല കേട്ടോ. വാഴയിലയുടെ രുചിയുണ്ടോ? വാഴയില ആ ചമ്മന്തി. എനിക്ക് ചമ്മന്തിയാണ് എൻ്റെ വീക്ക്നെസ്. ചമ്മന്തി ശരിക്കും പറഞ്ഞാൽ ഇതിന് ഉണക്കമീൻ വേണമായിരുന്നു. ഉണക്കമീൻ ഇല്ലാത്തതുകൊണ്ട് പ്രോൺസാണ്. അത് മിസ് ചെയ്യുന്നല്ലേ ഉണക്കമീന്. പ്രോൺസ് എടുത്താൽ ഒന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. ഇതിലൊന്നും പറയാനില്ല. ഇതാണ് നമ്മുടെ ഇലച്ചോറ് എന്ന് പറയുന്നില്ല. ഈ ചോറാണ് കഴിക്കുന്നത്. എല്ലാവരും പൊതിയെടുത്ത് വരുന്നുണ്ട്. എല്ലാവരും പൊതിയെടുത്ത് വരുന്നുണ്ട്. അവനവൻ്റെ എല്ലാവരും അവനവൻ്റെ പൊതിയെടുത്ത് കറി എല്ലാം കൂടെ മാറ്റി മാറ്റി വെച്ചിട്ടെ. മാറ്റി
മെഴുക്കുരട്ടി മാറ്റി. കുറേ കറികളുണ്ട് കേട്ടോ, അതുകൊണ്ട് എന്തൊക്കെ മാറ്റുമെന്ന് അറിയത്തില്ല. ഇതുണ്ടോ പ്രോൺസ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഉണ്ടോ പ്രോൺസ്, പിന്നെ ചിക്കൻ തോരൻ. ചിക്കൻ തോരൻ, ഇതേ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി, ചക്കപ്പുഴുക്ക്, അങ്ങനെ വിഭവങ്ങൾ. അതെ ചമ്മന്തി, ഇതല്ല. ഇനി ഇതേ അച്ചാറുണ്ട്, ഇനിയുണ്ട് മാറ്റാൻ. ബീൻസ് മെഴുക്കുരട്ടി, വെണ്ടയ്ക്ക മെഴുക്കുരട്ടി, ബീൻസ് മെഴുക്കുരട്ടി, നാരങ്ങ അച്ചാറ്, മാങ്ങ അച്ചാറ്. ഒരു വിഭവം തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇത് ഒത്തിരി നേരം നോക്കിയിരിക്കാൻ പറ്റത്തില്ല എനിക്ക്, വേഗം കഴിക്കണം. വായിന്ന് ഇങ്ങനെ വെള്ളം, നാരങ്ങ അച്ചാർ വല്ലതും കൂടെ കണ്ടപ്പോഴത്തേന് വെള്ളം വരുന്നു വായിന്ന്. അപ്പം ഞങ്ങൾ വേഗം കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ. മോര് കൂട്ടാൻ കഴിക്കണേ.